പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിമി രജ്ജു എന്നാണ്. ഞങ്ങള് ഛത്തീസ്ഗഡ് എന്ന സ്റ്റേറ്റിലായിരിക്കുന്നു. നോർത്ത് ഇന്ത്യ ഛത്തീസ്ഗഡ് സ്റ്റേറ്റില്. പ്രിയ സിസ്റ്ററിനെ എനിക്ക് പരിചയമില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവമായിട്ട് നമ്മൾ കണക്ട് ആയതാണ് ഈ സമയം. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ ആയതുകൊണ്ട് ലാംഗ്വേജിൽ എന്തെങ്കിലും മലയാളത്തിൽ മിസ്റ്റേക്കുകൾ വന്നെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നു, ഇവിടെ പഠിച്ചു, ഇവിടെ വിവാഹം നടന്നു, മക്കള്, അവരുടെ സ്റ്റഡി എല്ലാം ഞങ്ങൾ അങ്ങനെ ഇവിടെ തന്നെ സെറ്റിൽഡ് ആയിരിക്കുന്നു. നാട്ടിൽ പോകും. അതുകൊണ്ട് മലയാളത്തിൽ എന്തെങ്കിലും അങ്ങനെ മിസ്റ്റേക്ക് വന്നെങ്കിൽ ദയവായി ക്ഷമിക്കണം. എനിക്ക് 2 ആൺമക്കളാണ്. ഹസ്ബൻഡ് രജ്ജു ജോൺ. ഞങ്ങള് ഫുൾ ടൈം മിനിസ്ട്രി അല്ല, എന്നാൽ ഇവിടെ മൈക്രോ ട്രൈബൽസ് വില്ലേജുകളില് ഞങ്ങള് സുവിശേഷ വേല ചെയ്യുന്നു. ഞങ്ങള് ഹസ്ബൻഡ് രജ്ജു ജോൺ, ഞങ്ങള് ബെത്സിദ ഗ്ലോബൽ മിനിസ്ട്രിയുടെ പേരിൽ ഞങ്ങളുടെ മിനിസ്ട്രി അറിയപ്പെടുന്നു. പിന്നെ പ്രിയ സിസ്റ്ററിനെ എനിക്ക് പരിചയമില്ലെങ്കിലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സിസ്റ്ററുമായി കണക്ട് ആകുവാനും ഈ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്ന് ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇന്നത്തെ വചനം, ഇന്ന് ദൈവം നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന വചനം, ഇന്ന് ആ ദൈവത്തിന്റെ ജീവനുള്ള വചനം ഈ സൂമിലായിരിക്കുന്ന ഓരോ കുടുംബത്തിന്മേലും അത് പ്രവർത്തിക്കുവാൻ പോവുകയാണ്. വലിയൊരു വിടുതലായിട്ട്, വലിയൊരു സൗഖ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഈ വചനം വലിയൊരു അനുഗ്രഹമായി തീരുവാൻ പോവുകയാണ്. ഇന്ന് നാം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തില് അത് വലിയൊരു അനുഗ്രഹമായി മാറുവാൻ പോവുകയാണ്. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഈ സമയം സമർപ്പിക്കാം. ദൈവം നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവവചനവുമായി നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് തന്ന വചനമാണ് 1 ശമൂവേലിന്റെ പുസ്തകം, അതിന്റെ 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഹല്ലേലൂയ. ഈ വചനം ഇന്ന് നമ്മളോട് ഇടപെടുവാൻ പോവുകയാണ്. ഈ വചനത്തിൽ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഹല്ലേലൂയ. ഇത് യഹോവ അരുളി ചെയ്യുന്ന ഒരു അരുളപ്പാടാണ്. ഇത് ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദാനവുമാണ്. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെയും എൻ്റെ നാമത്തെയും നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഹല്ലേലൂയ. അബ്രഹാം മാനിക്കപ്പെട്ടതിന്റെ പിറകിൽ ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്ത് പരാജിതനായതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നാം വിശ്വസിക്കുക, ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് നമ്മൾ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ജീവനുള്ള വചനം ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ പോവുകയാണ്. ആ അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്ത് പരാജിതനായതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ സഹോദരി പുത്രൻ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായതിന്റെ പിറകിലും ആ പരാജയത്തിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നാം വിശ്വസിക്കുക, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരുന്ന നിരാശനായിരുന്ന പത്രോസ് എന്ന മനുഷ്യൻ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി തീർന്നതും വാക്കുകൾക്ക് പോലും വിലയില്ലാത്ത ആ മനുഷ്യന്റെ നിഴലിന് പോലും വിലയുണ്ടായി. ഹല്ലേലൂയ. അതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. ഇന്ന് നാം വിശ്വസിക്കുക പ്രിയരെ. ഈ രാത്രിയിൽ, ഈ സമയം
ഈ രാത്രിയിൽ, ഈ ദിവസം നാം മാനിക്കപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ നാം ഇന്ന് ഈ ദൈവവചനം ശ്രദ്ധിക്കുക. ഈ ദൈവവചനം നമ്മളോട് ക്രിയ ചെയ്യാൻ, നമ്മളോട് ഇടപെടുവാൻ പോവുകയാണ്. എൻ്റെ ദേശത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, സഹോദരങ്ങളുടെ മധ്യയിൽ എന്നെ ദൈവം ആക്കിയിരിക്കുന്ന മേഖലകളിൽ എനിക്ക് മാനിക്കപ്പെടണം, മാന്യതയുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണം എന്നാഗ്രഹിക്കുന്നവരോട് ഇന്ന് ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരും. ഇത് ഒരു മനുഷ്യൻ പറയുന്നതല്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾ നിന്ദിക്കുന്ന നിന്ദയല്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾ മാനിക്കുന്ന മാന്യതയുമല്ല. ഒരു സംഘടന തരുന്ന മാന്യതയോ, ഒരു സമുദായം തരുന്ന മാന്യതയോ, മാതാപിതാക്കൾ തരുന്ന മാന്യതയോ, വാക്കുമാറുന്ന ഒരു മനുഷ്യൻ തരുന്ന മാന്യതയുമല്ല. സർവശക്തനായ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ഒരു മാന്യതയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. വ്യസനത്തോടെ ഒരു അമ്മ പ്രസവിച്ച മകനാണ് യാബേസ് എന്ന് പറയുന്നത്. ഒരു വ്യസന പുത്രനായി തീർന്നത് കൊണ്ട്, അവനെ പ്രസവിച്ചത് കൊണ്ട് തന്നെ ആ കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു മകനെ പ്രസവിക്കുകയുണ്ടായിരുന്നു. ഹല്ലേലൂയ എന്ന് അമ്മ ചിന്തിച്ചത് കൊണ്ട് അവനെ എന്താണ് പേരിട്ടത്? യാബേസ് എന്ന് പേർ വിളിച്ചു. ഹല്ലേലൂയ. യാബേസ് എന്ന് പേർ വിളിച്ചു. വൃത്താന്തന്റെ പുസ്തകത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ യാബേഷ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ട്, യാബേഷ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യാബേസ് തന്റെ സഹോദര വർഗങ്ങളെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. ഹല്ലേലൂയ. ഏറ്റവും മാന്യനായി തീർന്നു. ഏത് പരാജിതനെയും, ഏത് തകർന്നവനെയും, ഏത് അങ്ങനെയുള്ള മാതാപിതാക്കളും കുടുംബവും ദേശവും സമൂഹവും വിധി എഴുതിയവനെയും മാനിക്കുവാൻ, ഉയർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് നാം വിശ്വസിക്കുക, അങ്ങനെ നമ്മളെ മാനിക്കുവാന്, അങ്ങനെ നമ്മളെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു പിതാവുണ്ട്. ഷീല എലിയാസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ സമയം പ്രവചിക്കുകയാണ്. നീ നിന്ദിക്കപ്പെട്ട ഇടങ്ങളില്, നീ പരാജിതനായ ഇടങ്ങളില് നിന്നെ ദൈവം മാറ്റുന്ന ഒരു സമയമുണ്ട്. ആ തകർന്ന വേദനയോടെ ഇരിക്കുന്ന ആ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. നിന്റെ ദുഃഖത്തെ, നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കുവാൻ പോവുകയാണ്. നിന്റെ ദുഃഖത്തെ ആനന്ദമാക്കി തീർക്കുവാൻ പോവുകയാണ്. നിന്നെ മാന്യത നൽകി, നിനക്ക് അങ്ങനെ ഒരു ഉയർച്ച നൽകി ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. ദേശവും സമൂഹവും വിധി എഴുതിയവനെയും മാനിക്കുവാൻ, ഉയർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ഇന്ന് വിശ്വസിക്കുക, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവം, ആ പിതാവ് ഇന്നും ജീവിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ ദൈവം നിന്നോട് അരുളി ചെയ്യുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. ഈ സമയം തന്നെ, ഈ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നിന്നെ ഒന്ന് സ്പർശിക്കട്ടെ ഈ സമയം തന്നെ. പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ ഈ സമയം തന്നെ. ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച ഈ സമയം. ഹല്ലേലൂയ. അവൻ നിന്നെ ശക്തനാക്കുന്ന ദൈവം, നിനക്ക് ബലവും ആരോഗ്യവും ധൈര്യവും നൽകി നിന്നെ ഉറപ്പിക്കുവാൻ പോവുകയാണ്. എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. അങ്ങനെ നിന്നെ മാനിക്കുവാന്, അങ്ങനെ നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ.
എത്ര വലിയവനെയും എത്ര നിന്ദിതനെയും മാന്യതനാക്കാന്, അങ്ങനെ മാന്യത നൽകുവാന്, അങ്ങനെ മാനിക്കുവാന്, ആ നിന്നയുടെ പടുകുഴിയിൽ കിടക്കുന്ന, നിന്നയുടെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന, നിന്നയുടെ അടിമച്ചന്തയിൽ കിടക്കുന്ന, നിന്നയുടെ കാരാഗൃഹത്തിൽ കിടക്കുന്ന ജോസഫിനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി, ഒരു പ്രൈം മിനിസ്റ്റർ ആക്കി മാനിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. 3000-ഓളം ഒട്ടകവും ആടുമാടുകളും വസ്തുക്കളും ഉള്ള ഇയ്യോബ് എന്ന മനുഷ്യൻ, ഹല്ലേലൂയ, വെണ്ണ കൊണ്ട് കാല് കഴുകുന്ന മനുഷ്യൻ, പട്ടണത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിതമാക്കുമ്പോൾ ഹല്ലേലൂയ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ഇയ്യോബിനെ ആദരിക്കും. അസാധാരണമായ ജ്ഞാനമുള്ള മനുഷ്യൻ, അസാധാരണമായ സാമ്പത്തികമുള്ള മനുഷ്യൻ, ഹല്ലേലൂയ, അസാധാരണമായ വസ്തുവകകളും ആടുമാടുകളും മൃഗസമ്പത്തും ധനസമ്പത്തും പുത്രസമ്പത്തുമുള്ള മനുഷ്യൻ ആ ഇയ്യോബിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു ഓട്ടുകഷണം മാത്രമുള്ളവനാക്കി. ഹല്ലേലൂയ. അങ്ങനെ മാറ്റുവാൻ, എല്ലാം ഉണ്ടായിരുന്ന ജോബിനെ ഇല്ലാത്തവനാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ആ ജോബ് ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോഴും ജീവനുള്ള ദൈവത്തെ മാനിച്ചതിനാൽ ഞാൻ വിശ്വസിക്കുന്നു, വചനം പറയുന്നു, ഇയ്യോബിനെ ആദ്യകാലങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചതിനേക്കാൾ അധികം പിന്നത്തേതിൽ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതെ ദൈവം മുഖം അന്വേഷിച്ച് ജോബിനെ ഒറ്റ നിമിഷം കൊണ്ട് സകല സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ഉടമസ്ഥനാക്കി തീർക്കുവാനും ജീവനുള്ള ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്നെ നിന്നയുടെ കുഴിയിൽ നിന്ന് മാന്യതയുടെ ഉച്ചസ്ഥാനത്തെത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്നാൽ എല്ലാ മാന്യതകളുടെയും എല്ലാ പദവിയുടെയും പണത്തിന്റെയും അഹങ്കാരത്തിന്റെയും മധ്യേ ജീവിക്കുന്നവനെ, ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ, ബാക്കിയുള്ളവരെല്ലാം കുറവുള്ളവരാണ്, അവൻ കള്ളനാണ്, ഇവൻ കള്ളനാണ്, അവരെ കൊണ്ട് ഇതിനൊന്നും സാധ്യമല്ല, ഇവരിങ്ങനെയുള്ളവനാണ്, ഞാൻ മാത്രം പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്ന വ്യക്തിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പൊളിച്ചടക്കി നിന്ന പാത്രത്തിന്റെ ഉന്നത സ്ഥാനത്തെത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്റെ വ്യവസ്ഥയെ തെറ്റിക്കുകയില്ല പ്രിയരെ. അവനെ മാനിക്കുന്നവരെ അവൻ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. അവനെ മാനിക്കുന്നവരെ അവൻ മാനിച്ചിരിക്കും. ഇന്ന് വിശ്വസിക്കുക, വചനം ഇടപെടുകയാണ്. പ്രതിഭ ജോൺ, ഹല്ലേലൂയ, വചനം ഇടപെടുകയാണ്. പ്രിയ മകളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. നിന്നെ നിന്ദിച്ചവര്, നിന്നെ പരിഹസിച്ചവര്, ആ ഒറ്റപ്പെട്ട ജീവിതത്തില്, ആ പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ നടുവിൽ നീ ആയിരിക്കുമ്പോഴും ആ ദൈവ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട്, ആ ദൈവത്തിന്റെ കരം മുറുകെ പിടിച്ചത് കൊണ്ട് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന ആ വചനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ക്രിയ ചെയ്യുവാൻ പോകുകയാണ്. ദൈവം നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ പോകുകയാണ്. നീ അനുഭവിക്കുന്ന, നീ വേദനിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവ് നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. ആ പിതാവ് നിന്നെ കൈവിടത്തില്ല. നിന്നെ നിരാശയുടെ അവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കുവാൻ അനുവദിക്കത്തില്ല. ആ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ മാനിക്കും, നിന്നെ മാനിച്ചുയർത്തും. മറ്റുള്ളവരുടെ മുന്നില്, ആ പരിഹസിച്ചവരുടെ മധ്യത്തില്, അങ്ങനെയുള്ളവരുടെ മധ്യത്തില് നിനക്ക് മാന്യത നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ വേദനകള്,
മറ്റാരും അറിയാത്ത ചില വേദനകളുടെ നടുവിൽ കൂടി നീ കടന്നു പോകുമ്പോഴും ആ ദൈവമുഖത്തേക്ക് നോക്കുന്നത് കൊണ്ട്, ആ ദൈവ സ്നേഹത്തെ രുചിച്ചറിഞ്ഞത് കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. നിന്നെ ഒരു നിന്നാപാത്രമാക്കിയവരുടെ മധ്യത്തില് ഒരു മാനപാത്രമാക്കി ദൈവം മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ എന്ന് വിശ്വസിക്കുക. വരുന്ന 3 മാസത്തിനകം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, അങ്ങനെയുള്ള ചില സൈൻ നീ കാണുവാൻ പോവുകയാണ്. അത് ദൈവം നിന്റെ മുൻപിൽ തന്നെ അത് കൊണ്ടുവരുവാൻ പോവുകയാണ്. നീ വലിയൊരു സാക്ഷ്യമായി നിൽക്കുവാൻ പോവുകയാണ്. നീ വലിയൊരു സാക്ഷ്യമായി, വലിയൊരു ടെസ്റ്റിമണിയായി, നിന്റെ ടെസ്റ്റിമണി മൂലം അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ്. മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ, ചില വിഷയങ്ങള്, പക്ഷെ ദൈവം നിന്റെ ഹൃദയത്തെ അറിയുന്നു, ദൈവം നിന്റെ വേദനയെ അറിയുന്നു. ഹല്ലേലൂയ. നമ്മളുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം, ആ പിതാവ് നിന്റെ വേദനയെ അറിയുന്നു. പിതാവിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ് നിനക്ക് വേണ്ടി. 3 മാസത്തിനകം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നീ കാണുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില സൈന് നിന്റെ മുന്നിൽ തന്നെ അത് നീ അത് നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. അവനെ മാനിക്കുന്നവരെ അവൻ മാനിച്ചിരിക്കും. അവനെ സ്നേഹിക്കുന്നവരെ അവൻ മറന്നു കളയുകയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, മാനിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കുറുക്കു വഴികളൊന്നും അതിലില്ല. എപ്പോഴും നാം മനസ്സിലാക്കണം, ബൈബിളിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബൈബിളിന്റെ 66 പുസ്തകം. ഹല്ലേലൂയ. ആ 66 തിരുവെഴുത്തുകൾ അടങ്ങിയ ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ആഗ്രഹിക്കപ്പെടുവാനുള്ള യാതൊരു കുറുക്കു വഴികളും അതിൽ എഴുതിയിട്ടില്ല. ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ ആ യേശുവിനെ നോക്കി ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. ഈ ട്രാക്കിൽ നാം ഓടുമ്പോൾ വേറെ കുറുക്കു വഴികളില്ല പ്രിയരെ. ഹല്ലേലൂയ. ബൈപ്പാസ് റോഡുകളില്ല, അങ്ങനെ എത്താൻ പറ്റത്തില്ല. ഇത് സ്ട്രേറ്റ് റോഡാണ്. ഹല്ലേലൂയ. ഇത് സ്ട്രേറ്റ് റോഡാണ്. ഈ റോഡിലൂടെ നാം ഓടേണ്ടത് നേരെയാണ്. ഹല്ലേലൂയ. വളഞ്ഞ വഴികളില്ല പ്രിയരെ. ഹല്ലേലൂയ. ഈ പുസ്തകം സത്യവേദ പുസ്തകമാണ്. സത്യസന്ധതയ്ക്കും നീതിക്കും വില കൽപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഹല്ലേലൂയ. സത്യസന്ധന്മാർ, നീതിയോടെ ജീവിച്ചവർ, അനുഗ്രഹിക്കപ്പെട്ട ചരിത്രവും, സത്യമില്ലാത്തവർ, കുറുക്കു വഴികൾ തിരഞ്ഞെടുത്തവർ, ഒരു സമയത്ത് അവർ പറന്നുയർന്നു എങ്കിലും പിന്നത്തേതിൽ അവരുടെ വീഴ്ച ലോകം മുഴുവൻ കണ്ട സാഹചര്യങ്ങളും ഈ വേദപുസ്തകത്തിൽ വ്യക്തമാണ്. ഹല്ലേലൂയ. ഇതിൽ ദൈവം എഴുന്നേൽപ്പിച്ചവരെയും വീഴ്ത്തിയവരെയും നമുക്ക് കാണാം, വീണവരെയും എഴുന്നേറ്റവരെയും നമുക്ക് കാണാം, അനുഗ്രഹിക്കപ്പെട്ടവരെയും പരാജയപ്പെട്ടവരെയും നമുക്ക് കാണാം. അതുകൊണ്ട് ഇതുപോലൊരു പുസ്തകം ഈ ലോകത്തിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇതുപോലൊരു പുസ്തകം ഈ ലോകത്തിൽ ഇല്ല. പ്രിയ ബീന സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുപോലൊരു മിനിസ്ട്രി ഇല്ല എന്ന് പറയത്തക്ക രീതിയിൽ ഈ മിനിസ്ട്രിയെ, ഹല്ലേലൂയ, ഈ ഗ്രേസ് ഫെലോഷിപ്പ്, ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിനെ അങ്ങനെ ദൈവം ഉയർത്തുവാൻ പോവുകയാണ്. അങ്ങനെ ദൈവം മാനിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, 100 വ്യക്തികൾ അടങ്ങുന്ന ഈ സൂം ആയിട്ട് ഇത് മാറുവാൻ പോവുകയാണ്. 100 വ്യക്തികൾ, 100 ഡിവൈസ് ഉള്ള, അങ്ങനെയുള്ള ജോയിൻ ആകുന്ന ഒരു സമൂഹം, ഈ ഗ്രൂപ്പിനെ അങ്ങനെ ഒരു സമൂഹമാക്കി ദൈവം മാറ്റുവാൻ പോവുകയാണ്. ഇതിൽ കൂടി വലിയ വിടുതലുകൾ സംഭവിക്കും, വലിയ സൗഖ്യങ്ങൾ സംഭവിക്കും, ദുഷ്ടാത്മ ശക്തികൾ പുറത്താക്കപ്പെടും. ദൈവത്തിന്റെ അത്ഭുത കരം ഈ സൂമിൽ ചലിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററിനെ ദൈവം മാനിക്കുവാൻ പോവുകയാണ്.
ദൈവം ഉയർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ നിറവിലോട്ട് ദൈവം പ്രിയ സിസ്റ്ററിനെ നയിക്കുവാൻ പോവുകയാണ്. ദൈവം നിർത്തുവാൻ പോവുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും, വിടുതലുകൾ സംഭവിക്കും. നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില ബന്ധനങ്ങൾ അഴിയുവാൻ പോവുകയാണ്, ചില കെട്ടുകൾ പൊട്ടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില ചെയിനുകൾ ബ്രേക്ക് ആകുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ തലമുറയുടെ സ്റ്റഡി വിഷയം, അങ്ങനെയുള്ള വിഷയങ്ങള്, അങ്ങനെ സംബന്ധമായ ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. ദൈവ തലമുറയെ തൊടുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുന്നു. ചില ബന്ധനങ്ങൾ അഴിയുവാൻ പോവുകയാണ്. ചില ദുഷ്ടശക്തികൾ ആ തലമുറയെ വിട്ടു പോകുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുവാൻ പോവുകയാണ്. ഈ മിനിസ്ട്രിയെ, ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിനെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നു. ഈ കുടുംബത്തെ ദൈവം മാനിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു ഒരു ബിൽഡിങ്, ഈ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ് എന്ന ഒരു ബിൽഡിങ് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. പലർക്കും അത് ഒരു ഫെലോഷിപ്പായി മാറുന്ന ഒരു ഗ്രൂപ്പായി, പലർക്കും അങ്ങനെ ദുഃഖത്തിലിരിക്കുന്നവര്, പരാജിതരായവര്, അങ്ങനെ പ്രയാസത്തിലിരിക്കുന്നവര്, കുടുംബ ജീവിതത്തിലായാലും സാമ്പത്തിക വിഷയത്തിന്മേലായാലും തലമുറകളുടെ വിഷയത്തിന്മേലായാലും അങ്ങനെയുള്ള ചില ദുഃഖിച്ചിരിക്കുന്നവര്, പരാജയപ്പെട്ടിരിക്കുന്നവര്, വ്യസനത്തോടിരിക്കുന്നവര്, അങ്ങനെയുള്ള ചിലര് ഈ വരും ദിവസങ്ങളിൽ കടന്നു വരുന്നതായിട്ട്, ഈ പ്രെയർ ഫെലോഷിപ്പിലേക്ക് കടന്നു വരുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഈ പ്രെയർ ഫെലോഷിപ്പിന്റെ പ്രെയർ മുഖാന്തരം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ചില തലമുറകളുടെ മേല് അങ്ങനെയുള്ള വിടുതലുകൾ നടക്കുവാൻ പോകുന്നു. ചില സാമ്പത്തിക വിഷയത്തിന്മേല് കടഭാരത്തിലായിരിക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുന്നു. ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ്, അങ്ങനെ ഒരു ബിൽഡിങ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ബിൽഡിങ് ആ പ്രിയ സിസ്റ്ററിന് വേണ്ടി എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ 2026 അങ്ങനെ ഒരു ബിൽഡിങ്, പ്രെയർ ഫെലോഷിപ്പ്, ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ്, ആ ഒരു ബിൽഡിംഗ് മാത്രം ദൈവം എന്നെ കാണിക്കുകയാണ്. ഇപ്പോൾ എവിടെ ആരാധന നടക്കുന്നു, എങ്ങനെ, ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ്, ഒരു ബിൽഡിംഗ് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ, ഒരു 100-200 മീറ്റർ ദൂരെയായിട്ട്, അങ്ങനെ ആ സിസ്റ്റർ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അങ്ങനെ അതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ് ബിൽഡിംഗ് നൽകുവാൻ പോവുകയാണ്. അത് ലാൻഡ് എടുത്ത് പണിയുമോ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു 2026 വീട്ടിലല്ല ആരാധന ഇനി നടക്കുവാനിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിക്കുവാൻ പോകുന്നു. എന്തുകൊണ്ടെന്നാൽ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എന്നെ മാനിച്ചത് കൊണ്ട് ഞാൻ നിന്നെ മാനിക്കും. ഏതവസ്ഥയിലായിരുന്നാലും, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നിട്ടും, എത്ര വേദനകൾ സഹിച്ചിട്ടും, എത്ര കണ്ണുനീര് പോയിട്ടും, പരിശുദ്ധാത്മാവിന്റെ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട്, ആ ദൈവത്തെ മാനിച്ചത് കൊണ്ട് ദൈവം നിന്നെ മാനിക്കുവാൻ പോവുകയാണ്. നിന്റെ തലമുറകൾക്ക് വിടുതൽ നൽകുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ ഈ സമയം തന്നെ. ഹല്ലേലൂയ. അങ്ങനെ ചില പരാജയപ്പെട്ടവര്, ചില ദുഃഖത്തിലിരിക്കുന്നവര്, ചില ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഇരിക്കുന്നവര്, അങ്ങനെയുള്ളവർക്ക് ഈ ഗ്രേസ് ഫെലോഷിപ്പ്, പ്രെയർ ഫെലോഷിപ്പ് ഒരു അനുഗ്രഹമായി മാറുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സത്യവചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, ഈ സത്യവചനത്തിൽ നീ ആശ്രയിച്ചത് കൊണ്ട്, ഇതിനെ എടുത്തത് കൊണ്ട് നീ ഒരിക്കലും പരാജിതയായി പോകത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രധാനമായും ആരെയൊക്കെയാ നാം ബഹുമാനിക്കണം? പുറപ്പാട് പുസ്തകം 20:12 ഈ പുറപ്പാട് പുസ്തകം 20:12 നാം വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഹല്ലേലൂയ. എഫേസ്യർ 6 വരുമ്പോൾ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകുവാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ആർക്കാണ് ഇത് വേണ്ടത്? ആർക്കാണ് ഇത് വേണ്ടാത്തത്? നമുക്ക് ദീർഘായുസ് വേണ്ടേ? നമുക്ക് നന്മ വേണ്ടേ?
നന്മ ഉണ്ടാകാൻ, ദീർഘായുസ് ഉണ്ടാകുവാൻ ഉപവാസ പ്രാർത്ഥനയിൽ പോയിരിക്കണം എന്നാണോ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. നന്മയുണ്ടാകുവാൻ, ദീർഘായുസ് ഉണ്ടാകുവാൻ മാനുഷികമായ ഏതെങ്കിലും കർമാചരണങ്ങൾ അല്ല ചെയ്യണം എന്നാണോ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒന്നുമല്ല. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അപ്പനെയും അമ്മയെയും നാം ബഹുമാനിക്കണം. ഹല്ലേലൂയ. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് ദീർഘായുസാണ്. ഹല്ലേലൂയ. അത് ദീർഘായുസാണ്. അത് നന്മയാണ്. ഹല്ലേലൂയ. ഇത് ദൈവം തന്ന വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പാട്ടു പാടിയത് കൊണ്ട്, ഈ വചനം കേൾക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? കൈയടിച്ചത് കൊണ്ട്, അന്യഭാഷ പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രയോജനം? പ്രിയമുള്ളവരെ, നമ്മുടെ അനുഗ്രഹത്തിനായി, നമ്മുടെ നന്മയ്ക്കായി ദൈവവചനം തുറന്നു വെച്ച് ഇതിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹം നമുക്കൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഹല്ലേലൂയ. എന്താണ് അനുഗ്രഹത്തിന്റെ രഹസ്യം? സീക്രട്ട് ഓഫ് ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം അതിന്റെ 28:1 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ ചട്ടങ്ങളും ആജ്ഞകളും നീ പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിലും മീതെ ഉന്നതമാക്കും. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. നാം കേൾക്കുന്ന ഒരു വാക്കാണ്, നിന്നെ വാലല്ല തലയാക്കും. ഹല്ലേലൂയ. ആരെയാ നിന്റെ ദൈവമായ യഹോവയുടെ വചനം? അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്നതായ ഓരോ അധികാരങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൻ എത്ര മദ്യപാനിയായി തീർന്നാലും അപ്പനെ മറിയെടുക്കുവാൻ, അപ്പനെ മാറ്റിയെടുക്കുവാൻ പറ്റില്ല. അമ്മ എത്ര കഴിവ് കെട്ടവളാണെങ്കിലും അമ്മയെ മാറ്റിയെടുക്കുവാൻ പറ്റില്ല. ഈ ഭൂമിയിൽ മാറ്റിയെടുക്കാൻ പറ്റാത്ത ചിലതുണ്ട്. മാതാപിതാക്കളെ മാറ്റിയെടുക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയെ സ്നേഹിക്കാത്തവൻ, സ്വന്തം അപ്പനെ സ്നേഹിക്കാത്തവൻ, ജനിപ്പിച്ച അപ്പനെ ബഹുമാനിക്കാതെ വേറെ ആരെയാണ് അമ്മയപ്പനെ ഹല്ലേലൂയ എന്ത് വിളിച്ചാലും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. അവരാണ് നമ്മുടെ അനുഗ്രഹം. നമ്മുടെ അപ്പൻ അവർക്ക് കടപ്പെട്ടത് നാം ചെയ്യുക. നന്മയുണ്ടാകാൻ, ദീർഘായുസ്സുണ്ടാകാൻ നാം ഉണ്ടാക്കിയതൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആയുസ്സോട് ഇരുന്നല്ലേ പറ്റൂ. ആ ആയുസ് ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഹല്ലേലൂയ എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് മീതെയുള്ള ആരെയും നാം അപമാനിക്കരുത്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. ഹല്ലേലൂയ. ഭാര്യമാരെ ഹല്ലേലൂയ, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. സ്ത്രീയാണ് പുരുഷൻ തലയാണ്, സ്ത്രീ തലയല്ല. പുരുഷനോട് ചേർന്നിരിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ്. തക്ക തുണയായിരിക്കുവാൻ, സഹായമായിരിക്കുവാൻ, നന്മയായിരിക്കുവാൻ തലയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഹല്ലേലൂയ. മരണത്താൽ അല്ലാതെ വേർപിരിയാന് ഒരു ബന്ധമാണ്. മരണത്താൽ അല്ലാതെ വേർപിരിയാതെ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം.
അപ്പനെയും അമ്മയെയും വിട്ടു പറ്റിച്ചേരുന്ന ഹല്ലേലൂയ ഒരു ബന്ധമാണത്. ആ ബന്ധത്തിന്റെ ആഴം അതിശക്തമാണ്. അത് ദൈവം ഭയങ്കരമായി വില കൽപ്പിക്കുന്ന ഒരു ബന്ധമാണ്. അതിനെ വില കുറച്ചു കാണരുത്. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഹല്ലേലൂയ. സഭയിൽ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഒരു വ്യവസ്ഥയിലും ഒരു ക്രമത്തിലും പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന ദൈവിക ക്രമങ്ങളെ ഒരു വിധത്തിലും നാം തെറ്റിക്കരുത്. ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നതായ ഈ പ്രതിസന്ധികൾക്കൊക്കെ കാരണം, ദേശം ദുഃഖിക്കുന്നതിന്റെ കാരണം, ദേശത്തിൽ സത്യമില്ല. ഹല്ലേലൂയ. ദേശത്തിൽ നീതിയില്ല. അനീതി കൊണ്ട് ദേശം നിറഞ്ഞിരിക്കുകയാണ്. സ്നേഹം നിർവ്യാജ്യമായിരിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനിക്കുന്നവർ ആകെയില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ സങ്കടപ്പെട്ടതുപോലെ വളരെ പ്രതീക്ഷയോടെ ദൈവം നോക്കി നിന്നു. പലതും ട്രാക്ക് തെറ്റി നടക്കുകയാണ്. ഹല്ലേലൂയ. പലരും ഇന്ന് ട്രാക്ക് തെറ്റി ഓടുകയാണ്. നിങ്ങളോട് തന്നെയാണ് ദൈവം ഈ സമയം ഇടപെടുന്നത്. മറ്റാരുടെയും ഹല്ലേലൂയ മറ്റൊരാളുടെ മുന്നിലേക്ക് നാം വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മെ ചൂണ്ടുന്നുണ്ട്. ഇന്ന് നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 19:32 നരച്ചന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഹല്ലേലൂയ. ഞാൻ യഹോവയാകുന്നു. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കണം. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേൽക്കുന്നവർ ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുണ്ടോ ഇന്ന്? അങ്ങനെ ഒരു സമൂഹം ഉണ്ടോ ഇന്ന്? പ്രായമുള്ളവർ മുമ്പിലൂടെ നടന്നു പോയാൽ പോലും അവർ അറിയുന്നില്ല. കാരണം അവർ ഹല്ലേലൂയ ഇന്നവരുടെ കയ്യിൽ എന്താണ്? മൊബൈലാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഈ പുസ്തകത്തിലുള്ള കാര്യം തന്നെയാണ് പ്രിയരെ. പ്രായമുള്ളവരെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനും, കുഞ്ഞുങ്ങളാകട്ടെ ആരാകട്ടെ പ്രായമുള്ളവരാകട്ടെ അവരെ ബാലശിക്ഷയിലും, കുഞ്ഞുങ്ങളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും നടത്തുക. അവരും അനുഗ്രഹിക്കപ്പെടണം. നമ്മെ വിധിക്കാൻ മുകളിൽ ഒരുവനുണ്ട്. നാം വിധിക്കാൻ പോകരുത്. യേശു പറഞ്ഞു, വിധിക്കരുത്, മറ്റുള്ളവരെ വിധിക്കുന്നവരായി തീരരുത്. മനുഷ്യൻ ചെയ്ത ഏത് തെറ്റും ശരിയും ഒരു സമയത്ത് ന്യായവിസ്താരത്തിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും ആ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ബിന്ദു ബൈജു ഹല്ലേലൂയ. ആ ഡിവൈസിലിരിക്കുന്ന പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. വലിയൊരു സൗഖ്യം തന്ന് നിന്നെ ദൈവം മാനിച്ചതാണെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം പറയുകയാണ്. അങ്ങനെയുള്ള ഒരു സൗഖ്യം നിന്റെ ശരീരത്തിൽ നിനക്ക് തന്ന് ദൈവം നിന്നെ മാനിച്ചു നിർത്തിയിരിക്കുകയാണ്. വലിയൊരു ടെസ്റ്റിമനി അങ്ങനെ നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്നത് ഒരു ഡോക്ടർ അല്ല. ഡോക്ടർ വിധി എഴുതിയതിനെ മാറ്റി എഴുതിയ ഒരു ദൈവം, മാറ്റി എഴുതിയ ഒരു ജീവനുള്ള പിതാവ്. ആ പിതാവിന്റെ കരങ്ങളിലാണ് നീ ഇന്ന് ജീവിക്കുന്നത്. ആ പിതാവാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. പലർക്കും ഒരു സാക്ഷ്യമായിട്ട് നീ ഇന്നും ജീവിക്കുന്നു. സ്വർഗരാജ്യത്തിന് വേണ്ടി നീ ഇന്ന് ജീവിക്കുന്നു. നിന്റെ ജീവിതം മൂലം ദൈവനാമം മഹത്വപ്പെടുവാൻ പോവുകയാണ്, മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമാണ് നിന്റെ. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യപ്പെടുമെന്ന്. ഹല്ലേലൂയ. നീ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ക്യാൻസർ, അങ്ങനെയുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കും. ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ആ യേശുവിന്റെ അടിപ്പിണരുകളാൽ കിട്ടിയ സൗഖ്യം നിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവം നൽകുവാൻ പോകുകയാണ്. വരും ദിവസങ്ങളിൽ അങ്ങനെ ഡോക്ടേഴ്സ് വിധി എഴുതിയ ചില കേസുകൾ, അങ്ങനെയുള്ള ക്യാൻസർ സംബന്ധമായ അങ്ങനെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുമെന്ന പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. നിന്നെ ദൈവം മാനിച്ചുയർത്തുവാൻ പോകുന്നു. നിന്നെ ശക്തമായി ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഗിഫ്റ്റ് നിനക്ക് നൽകി ദൈവം നിന്നെ മാനിച്ചു നിർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ സമയം അനുഭവിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ മാനിക്കുവാൻ പോകുന്നു. നിന്റെ തലമുറകളെ മാനിക്കുവാൻ പോവുകയാണ്. റിബ ശന്തല റബ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ ഈ സമയം തന്നെ. ഈ സമയം തന്നെ പ്രിയ സിസ്റ്ററിനെ ബലപ്പെടുത്തിക്കാട്ടെ, ശക്തിപ്പെടുത്തിക്കാട്ടെ. നിരാശിതയായി ഒരു ബെഡിൽ അടഞ്ഞു പോകണം, ഒരു ബെഡിൽ കിടന്നു പോകണം എന്നൊക്കെ പിശാചി ചിന്തിച്ചു, എന്നൊക്കെ പിശാചി പ്ലാനിട്ടു. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് പ്രവചിക്കുകയാണ്. ആ ജീവനുള്ള പിതാവാണ് നിനക്ക് സൗഖ്യം നൽകി നിന്നെ മാനിച്ചു നിർത്തിയിരിക്കുന്നത്, നിന്നെ ജീവനോടെ ആക്കി നിർത്തിയിരിക്കുന്നത്. ആ പിതാവിന്റെ അത്ഭുത കരം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവം നിന്നെ മാനിച്ച് ദൈവത്തിന്റെ ഒരു മകളായിട്ട് നിർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകണോ, എവിടെയെങ്കിലുമൊക്കെ രൂപാന്തരപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവേ എന്റെ അധരദ്വാരത്തിന് അവിടുന്ന് ഒരു കാവലേർപ്പെടുത്തണം. ദുഷ്ടൻ എന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്റെ നാവുകളെ സൂക്ഷിക്കുവാൻ എനിക്ക് കൃപ തരണം. ഹല്ലേലൂയ. ആത്മസമീപനം ഇല്ലാത്ത മനുഷ്യൻ പട്ടണത്തിന്റെ പൊളിഞ്ഞ മതിൽ പോലെയാണ്. യേശു പറഞ്ഞു, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവന്റെ അകത്തേക്ക് പോകുന്നതൊന്നുമല്ല, അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:23, 24, 25 വചനം. ഹല്ലേലൂയ. ഞാൻ വലിയവൻ, നീ ചെറിയവൻ. അങ്ങനെ പറഞ്ഞുകൂടാ പ്രിയരെ. ദൈവം ഓരോ അവയവങ്ങളെയും ഓരോ കാര്യങ്ങൾക്കായി ഓരോ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. ഒരവയവത്തെ തോൽപ്പിച്ചുകൊണ്ട് മറ്റവയവം വിജയിക്കുവാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ സൂമിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മീര ഉല്ലാസ്, എല്ലാ ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നു. നിന്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രാത്രി സമയങ്ങളിൽ ഉറക്കമില്ലായ്മ, അങ്ങനെ നിന്റെ മൈൻഡിനെ, ഹൃദയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന അങ്ങനെയുള്ള ചില ദുരാത്മ ശക്തികള് ഈ സമയം തന്നെ ആ ശരീരം വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തില്. താങ്ക് യു ജീസസ്. നന്ദി അപ്പ. ദൈവം അതതിന്റെ പ്രാധാന്യങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഫിലിപ്പിയർ 2:3 ശാഠ്യത്താലും ദുരാഭിമാന്യത്താലും ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഈ ഒരൊറ്റ വാക്യം ഏറ്റെടുത്താൽ ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ചില കുടുംബങ്ങളില് മക്കൾക്ക് ജയിക്കണം, മാതാപിതാക്കൾ വിടില്ല, ഞങ്ങൾക്കും ജയിക്കണം, അങ്ങനെ പ്രശ്നമാകുന്നു. എന്നാൽ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠനെന്നെണ്ണിയാൽ മിണ്ടാതിരിക്കേണ്ടിയത്. ഹല്ലേലൂയ. മിണ്ടാതിരുന്നാൽ വേദപുസ്തകം പഠിക്കുന്ന അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, അങ്ങനെയുള്ളതാണെങ്കിൽ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മൗനമായിട്ടിരിക്കുന്നത് ആ കാര്യം ശരിയായത് കൊണ്ടല്ല, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ദൈവപ്രവൃത്തി കാണുവീൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുകയാണ്. അപ്പനാരെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല മിണ്ടാതിരുന്നത്. ഒരു ദിവസം ഹല്ലേലൂയ സ്വർഗം തുറന്ന്
പരസ്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചവരോട് അതിന്റെ ഉത്തരം പറയും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശാഠ്യത്താലും ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. എണ്ണാൻ പറ്റുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമല്ലേ. ഹല്ലേലൂയ. ആർക്കും എങ്ങും തോറ്റുകൊടുക്കുവാനും താഴ്ന്നു കൊടുക്കുവാനും താല്പര്യമില്ലല്ലോ. എല്ലാവർക്കും വിജയിക്കണം, എല്ലാവർക്കും ജയിക്കണം. ഈ ലോകത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ചതും ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുത്തതും ഈ ലോകത്തിൽ നമ്മൾ അവകാശമാക്കിയതും ഒന്നുമല്ല പ്രിയരെ. നമ്മുടെ സമ്പത്ത് നമ്മൾ വിട്ടുകൊടുത്തതാണ്, വിട്ടുകളഞ്ഞതാണ്, കൊടുത്തതാണ് നമ്മുടെ ലക്ഷ്യം. ജീവിച്ചിരുന്നപ്പോൾ ചിലർക്ക് കൊടുത്തില്ലേ, സ്നേഹിച്ചില്ലേ, വെട്ടിപ്പിടിക്കാതെ വിട്ടുകൊടുത്തില്ലേ? അതൊക്കെ ഹല്ലേലൂയ നിക്ഷേപങ്ങളായി തീർന്നിരിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗീയ നിക്ഷേപങ്ങളായി ഇതൊക്കെ മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. വിട്ടുകൊടുത്തതും കൈ അടച്ചു കൊടുത്തതും വെട്ടിപ്പിടിക്കാത്തതും ക്ഷമയോടെ ചെയ്തതുമാണ് നമ്മുടെ നിക്ഷേപം. ഒരുത്തൻ താഴ്മയോടെ ഹല്ലേലൂയ മറ്റുള്ളവരെ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നരുളി ചെയ്ത കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങനെ നിങ്ങളെ മാനിക്കുവാൻ, അങ്ങനെ നിങ്ങളെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വകരമായി ആ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഇന്ന് എത്ര പേർ പറയും? എത്ര പേർ ദൈവത്തോട് ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. ഞാൻ പിന്നെയും പറയുന്നു പ്രിയരെ, ഈ പ്രതിസന്ധികള്, ഈ സാഹചര്യങ്ങളൊക്കെയും ഹല്ലേലൂയ, ആ സാഹചര്യങ്ങളെ, ആ പ്രതികൂല അവസ്ഥകളെ കർത്താവിന്റെ വരവ് വൈകുന്നു എങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കും. ആ ദൈവപുത്രനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങിക്കൊള്ളാം. ഹല്ലേലൂയ. പക്ഷെ നാം വിശ്വാസത്തിൽ കാണണം. ഈ സാഹചര്യത്തിന്റെ നടുവിൽ ഹൃദയം ഇളകിപ്പോകരുത്, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നാം തളർന്നു പോകരുത് പ്രിയരെ. നാം വിശ്വസിക്കുക, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ശൈല ജോഷി, പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. പരിശുദ്ധാത്മാവ്, നീ കരഞ്ഞ രാത്രികള്, നീ കണ്ണുനീരൊരുക്കിയ രാത്രികള്, പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. വലിയൊരു പീസ്, വലിയൊരു ശാന്തി, സമാധാനം ഇന്ന് ഈ രാത്രി സമയം ആ ഹൃദയത്തിലോട്ട് കടന്നു ചെല്ലട്ടെ. എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. അപമാനിച്ചവരെ, തിരസ്കരിച്ചവരെ, അങ്ങനെയുള്ളവരുടെ ഒക്കെ മധ്യത്തില് ദൈവം നിന്നെ മാനിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ കരഞ്ഞ ദിവസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങള്, ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട്, ദൈവം നിന്നെ കൈവിടാഞ്ഞത് കൊണ്ട് ഇന്ന് നീ ജീവനോടെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരം ഇറങ്ങുവാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തത് കൊണ്ട്, ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വലിയൊരു സാക്ഷ്യമായി ദൈവം നിന്നെ മാറ്റുവാൻ പോകുന്നു. വലിയ ടെസ്റ്റിമണി നിന്റെ ജീവിതത്തിൽ നൽകി തന്ന് ദൈവം നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. എല്ലാ നിന്ദകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. ജസ്നി റോബിൻ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തെ ദൈവം മാനിക്കുവാൻ പോകുന്നു. എല്ലാ നിന്ദകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. ജോലി സംബന്ധമായ ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോകുന്നു. നിന്റെ എല്ലാ വിഷയത്തിന്മേലും, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേലും ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോവുകയാണ് നിനക്ക് വേണ്ടി. ഇന്ന് ഈ രാത്രി സമയം നീ എഴുതി വെച്ചോ, നീ കുറിച്ചിട്ടോ. ദൈവത്തിന്റെ അത്ഭുത കരം വരുന്ന ജനുവരി മാസം തീരുന്നതിന് മുമ്പ് വലിയ
ദൈവപ്രവർത്തി നീ കാണുവാൻ പോകുന്നു. ചില സാമ്പത്തിക വിഷയത്തിന്മേൽ, ചില 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 സ്വത്ത് സംബന്ധമായ വിഷയത്തിന്മേൽ, ചില ഭൂമി സംബന്ധമായ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോവുകയാണ്. കടഭാരങ്ങൾ മാറുവാൻ പോകുന്നു. വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകി നിന്നെ മാനിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ സമയം ഇറങ്ങി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ സമയം ഓരോരുത്തരെയും സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിലോട്ട് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ബെനഡിക്റ്റ് മാത്യു, പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. നിന്റെ ദുഃഖത്തെ ആനന്ദമാക്കി മാറ്റുവാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ പോവുകയാണ്. പല സാഹചര്യങ്ങൾ നിന്റെ മുൻപിലുണ്ട്. പല പ്രതികൂല സാഹചര്യത്തിലാണ് നീ കടന്നു പോകുന്നത്. മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത സാഹചര്യങ്ങള്, ചില അങ്ങനെയുള്ള സാഹചര്യങ്ങള്, നീ ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന സാഹചര്യങ്ങള്, ആ നിമിഷങ്ങള്, ആ സമയങ്ങള് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട്, നീ എന്നെ കൈവിടാഞ്ഞത് കൊണ്ട്, നീ എന്നെ വിട്ടുമാറഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ മാനിച്ചുയർത്തും. അങ്ങനെയുള്ള ചില അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത വലിയ ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി സംഭവിക്കുവാൻ പോവുകയാണ്. 2026 ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ ഒന്ന് അനുഭവിച്ചേ. നീ ഒറ്റപ്പെട്ട സാഹചര്യങ്ങള്, നിന്നെ ഒറ്റയ്ക്കാക്കിയ സാഹചര്യങ്ങള് പരിശുദ്ധാത്മാവ് പറയുന്നു. ജോലി സംബന്ധമായ വിഷയങ്ങൾ, ചില ബിസിനസ് സംബന്ധമായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കാൻ പോകുന്നു. ചില ഡീലുകൾ നീ സൈൻ ചെയ്യുവാൻ പോകുന്നു. അങ്ങനെയുള്ള ചില പേപ്പറുകൾ സൈൻ ചെയ്യുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ് 2026 നിന്റെ ജീവിതത്തിൽ വലിയൊരു ടെസ്റ്റിമണിയുടെ ഇയറാക്കി ദൈവം മാറ്റുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള വർഷമാക്കി നിനക്ക് വേണ്ടി ദൈവം അത് കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പാസ്റ്റർ ഡേവിഡ് ജോസഫ്, പരിശുദ്ധാത്മാവ് ഈ സമയം ആലോചന നൽകുകയാണ്. രാജ്യത്തിന് വേണ്ടി ശക്തമായി നീ പ്രയോജനപ്പെടുവാൻ പോവുകയാണ്. പ്രിയദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ പോവുകയാണ്. ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യം മഹത്വപ്പെടുവാൻ പോവുകയാണ്. ദൈവരാജ്യം മഹിമപ്പെടുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില ഗിഫ്റ്റുകൾ ആ പ്രിയ ദൈവദാസന് ദൈവം നൽകുവാൻ പോകുന്നു. ആ വചനത്തിന്റെ റെവലേഷൻ നൽകുവാൻ പോകുന്നു. ചില രാത്രി സമയങ്ങളില് ദൈവം ദർശനത്തോടെ നിന്നോട് സംസാരിക്കുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില ദർശനങ്ങൾ നീ കാണുവാൻ പോകുന്നു. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവനാമം ഉയരുവാൻ പോവുകയാണ്. പല ഗ്രൂപ്പുകൾ നിന്നെ കോണ്ടാക്ട് ചെയ്യുവാൻ പോകുന്നു. പല ഗ്രൂപ്പുകൾ, പല ചില ഫോൺ കോൾസുകൾ വരുവാൻ പോകുന്ന ഈ ദിവസങ്ങളില് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ. ഇപ്പോൾ നീ ആയിരിക്കുന്നത് പോലെയല്ല, വലിയൊരു അഭിഷേകം, വലിയൊരു തീയുടെ അഭിഷേകം ഈ സമയം ഇറങ്ങുകയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഓ റിബ ശന്തലറബ റിഖ റിബ ശഖ ഠലറബ. ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ. ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ. ആ അഭിഷേകത്താൽ ഒന്ന് നിറഞ്ഞേ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. പരിശുദ്ധാത്മാവ് പ്രിയ ദൈവദാസനെ മാനിച്ചുയർത്തുവാൻ പോകുന്നു. അഭിഷേകത്തോടെ നിർത്തുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. നിരാശകളെ എല്ലാം മാറ്റി ശരീരത്തിൽ വലിയൊരു ബലവും ശക്തിയും നൽകി നിന്നെ ദൈവം വലിയൊരു സൗഖ്യം നിന്റെ ശരീരത്തോട്ട് കൽപ്പിക്കുവാൻ പോവുകയാണ്. എല്ലാ ടെൻഷനുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തില്. എല്ലാ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. ചില ബ്രേക്ക് ആയിരിക്കുന്ന ചില വിഷയങ്ങള്, അതിന്മേൽ ദൈവത്തിന്റെ വലിയ വിടുതൽ സംഭവിക്കുവാൻ പോകുന്നു. നാളുകളായി, വർഷങ്ങളായി അടഞ്ഞിരിക്കുന്ന ചില ഡോറ് നിനക്ക് വേണ്ടി ഓപ്പൺ ആകുവാൻ പോവുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ആ ഒരു വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. ദൈവം തുറക്കുന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ചില ദുർഘട വഴികൾ നിനക്ക് വേണ്ടി നിരപ്പാകുവാൻ പോവുകയാണ്. ദൈവം അങ്ങനെയുള്ള ചില വഴികൾ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. ഷോമിനെ ദൈവം മാനിക്കുവാൻ പോവുകയാണ്.
ഷോമിനെ ദൈവം ഉയർത്തുവാൻ പോവുകയാണ്. ചില അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ്. തലമുറകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കുവാൻ പോവുകയാണ്, ഉയർത്തുവാൻ പോവുകയാണ്. ഇവാൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. നിന്റെ ദുഃഖത്തെ ദൈവം സന്തോഷമാക്കി മാറ്റുവാൻ പോകുന്നു. നിരാശകളെ മാറ്റുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തില് ജോബ സംബന്ധമായി, ജോലി സംബന്ധമായ ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോകുന്നു. ഒരു പ്രമോഷൻ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഒരു പ്രമോഷൻ ദൈവം നിന്നെ ഒരു സ്റ്റെപ്പ് ഉയർത്തുവാൻ പോവുകയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്റ്റെപ്പ് ഉയർത്തി ഒരു പ്രമോഷനോട് കൂടി ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ അത്ഭുത കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ആ വചനത്തിന്റെ ശക്തി ഇറങ്ങുകയാണ് ഈ സമയം. ഈ സൂമിലായിരിക്കുന്ന 72 ഡിവൈസുകളിലേക്ക് ആ ശക്തി ഇറങ്ങുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. 72 ഡിവൈസിലിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ആ സാന്നിധ്യം ഇറങ്ങുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ബിജു തോമസ് പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും, എല്ലാ ഏരിയകളിലും, സകലത്തിലും ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു, ഉയർത്തുവാൻ പോകുന്നു. ചില സ്റ്റോപ്പ് ആയിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുന്നു. ചില ലാൻഡ് സംബന്ധമായ വിഷയത്തിന്മേൽ, ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു ചില വിടുതലുകൾ സംഭവിക്കുവാൻ പോവുകയാണ്. നീത്ത ഡന്നി പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. നിന്റെ ഭാരത്തിന്മേല്, നിന്റെ ദുഃഖത്തിന്മേല്, നിന്റെ ചിന്താ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോകുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ്. നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഒരു മകളാണ്. ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത ചില വിഷയത്തിന്മേൽ, മറ്റുള്ളവർ അറിയാത്ത ചില വിഷയത്തിന്മേൽ എന്റെ ദൈവം നിന്റെ ഹൃദയത്തെ അറിയുന്നു. നിന്റെ ദുഃഖത്തെ, നിന്റെ വിലാപത്തെ, നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം, വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ തന്നെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നുള്ള വചനം നിന്റെ മേൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് 14 ഡേയ്സ്, അങ്ങനെ ദിവസം 2 ആഴ്ച, in 2 weeks പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നീ അനുഭവിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുവാൻ പോവുകയാണ്. ചിലരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യുവാൻ പോവുകയാണ്. വലിയ സൈനുകൾ ഈ ദിവസങ്ങളിൽ നീ കാണുവാൻ പോകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. ഓരോരുത്തരും ഈ സമയം അനുഭവിച്ച ആ സാന്നിധ്യം. ബിജോയ് ജമ്മു കശ്മീർ, ആ ഡിവൈസിലിരിക്കുന്ന പ്രിയ ദൈവദാസനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. ചില ഫോൺ കോൾസ് പ്രിയ ദൈവദാസന് വേണ്ടി വരുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്കറിയത്തില്ല ദൈവവേല ചെയ്യുന്നോ ദൈവദാസനാണോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ചില കോണ്ടാക്റ്റുകൾ ദൈവം നൽകുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില കണക്ഷൻ ഉണ്ടാകുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ഈ സമയം ഇറങ്ങി നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, വിദേശ രാജ്യങ്ങൾക്കോ പോകുവാന്, യാത്ര ചെയ്യുവാന് അങ്ങനെയുള്ള ചില കോണ്ടാക്ട് വരുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില ഫോൺ കോൾസ് വരുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ചില സ്റ്റേജുകൾ പ്രിയ ദൈവദാസന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ചില സ്റ്റേജുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടുവാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില യാത്രകൾ ദൈവം നിനക്ക് നൽകുവാൻ പോകുന്നു. സ്മിത ബിനു പരിശുദ്ധാത്മാവ് പറയുന്നു, വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പ്രിയ സിസ്റ്ററിന്റെ ശരീരത്തിലോട്ട്
ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. എല്ലാ വേദനകൾ മാറട്ടെ യേശുവിന്റെ നാമത്തില്. കാലുകൾക്കുള്ള വേദന, മുട്ടുകൾക്കുള്ള വേദന, ആ സ്പൈനൽ കോട്ടിലുള്ള വേദന യേശുവിന്റെ നാമത്തില്, ആ സർവൈക്കൽ പെയിനുകള് യേശുവിന്റെ നാമത്തില്, ആ അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകിയ പിതാവേ, ആ പിതാവിന്റെ ആ ആണിപ്പഴുതുള്ള കരം ഇപ്പോൾ പ്രിയ സിസ്റ്ററിനെ തൊടുകയാണ്. ഹല്ലേലൂയ. വലിയൊരു സൗഖ്യം ആ ശരീരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സൗഖ്യം ആ എല്ലുകളിന്മേല്, ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിന്മേല് ഈ സമയം ആ അടിപ്പിണരുകളാലുള്ള ആ അടിപ്പിണരുകളുള്ള കൈകളുടെ ആ ഒരു സ്പർശനം ഈ സമയം, ആ യേശുവിന്റെ കരം ഈ സമയം നിന്നെ തൊടുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി അപ്പ, നന്ദി പിതാവേ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി, അങ്ങയുടെ സ്പർശനത്തിനായി നന്ദി കരയറ്റുന്നു. അജയ് പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരനോട് ഈ സമയം വചനത്തിൽ കൂടി പറയുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. നീ അനുഭവിച്ച ചില നിന്ദകളുണ്ട്, നീ അനുഭവിച്ച ചില ഒറ്റപ്പെടലുകളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ് ഈ സമയം. തലമുറകളുടെ വിഷയത്തിന്മേൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോകുന്നു. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ സമയം നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വലിയ കരം ചലിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ആ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വിഷയത്തിന്മേല്, ഹല്ലേലൂയ, കുടുംബത്തോട് പറയുവാൻ കഴിയാത്ത വിഷയം, ചില ബന്ധുക്കളോട് പറയുവാൻ കഴിയാത്ത വിഷയം, ദൈവത്തിന്റെ അത്ഭുത കരം ആ വിഷയത്തിന്മേൽ ചലിക്കുവാൻ പോകുന്നു. നിനക്ക് വലിയൊരു സമാധാനം ദൈവം നൽകുവാൻ പോകുന്നു. വലിയൊരു സന്തോഷം ദൈവം നൽകുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ അത്ഭുത കരം ചലിച്ചു കൊണ്ടിരിക്കുന്നു. നീ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. ദൈവം നിന്റെ തലമുറകളെ മാനിക്കും. തലമുറകൾ മൂലം നീ മാനിക്കപ്പെടും. നിന്റെ തലയെ ഉയർത്തി നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കും. ഹല്ലേലൂയ. ലിൻസി സാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. നിന്റെ ഭാരങ്ങള് ഈ സമയം ആ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചേ. ഹല്ലേലൂയ. ആ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചേ. പരിശുദ്ധാത്മാവ് പറയുകയാണ് ഈ സമയം പ്രിയ സിസ്റ്ററിനോട്, നീ ഭാരപ്പെടുന്ന, നീ ഭാരം അനുഭവിക്കുന്ന വിഷയം, ദൈവത്തിന്റെ അത്ഭുത കരം ആ വിഷയത്തിന്മേൽ ചലിക്കുവാൻ പോകുന്നു. ചില കടഭാരങ്ങൾക്ക് വേണ്ടി നീ ഭാരപ്പെടുന്ന, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി എങ്ങനെ ഇത് സംഭവിക്കും, എങ്ങനെ ഇത് നടക്കും എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം, യഹോവ ഈരയായി പ്രവർത്തിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ പോവുകയാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ ദൈവം, നിന്റെയും ദൈവം, ലിൻസിയുടെയും ദൈവം. ലിൻസിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയം. അത്ഭുത വഴികൾ തുറക്കപ്പെടുവാൻ പോകുന്നു. സുജ ഡെന്നിക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോകുന്നു. നിന്നെ ഒരു മാനപാത്രമാക്കി ദൈവം മാറ്റുവാൻ പോകുന്നു. നിന്റെ അന്ധകാരത്തിൽ ഇരിക്കുന്ന ചിലര് എഴുന്നേറ്റു പ്രകാശിക്ക. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന ആ ഒരു വചനം നീ ഒരു പ്രകാശമായി മാറുവാൻ പോവുകയാണ്. ചില അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി നീ ഒരു പ്രകാശമായി പോകുന്നു. അങ്ങനെ ഇരുട്ടിലിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിന്നെ അവിടെ ഒരു പ്രകാശത്തോടെ അയക്കുവാൻ പോവുകയാണ്. അങ്ങനെ ചില ഇരുട്ടിലിരിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോവുകയാണ്. ഒരു മാനപാത്രമാക്കി ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ അത്ഭുത കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ പോകുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അജീത്ത് ഡിവൈസിലിരിക്കുന്ന ആ പ്രിയ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവം നിന്നെ മാനിക്കും. ദൈവത്തിന്റെ അത്ഭുത കരം വരും ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ചലിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വലിയൊരു വിഷയത്തിന്മേല് നീ ഭാരപ്പെടുന്നുണ്ട്. ചില ലാൻഡ് സംബന്ധമായ വിഷയം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്,
ദൈവത്തിന്റെ അത്ഭുതകരം കുടുംബ സംബന്ധമായി, സ്വത്ത് സംബന്ധമായി, അങ്ങനെ ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം, ആ ഒരു വിടുതല്, അതിനുള്ള ഒരു ക്ലിയറൻസ് ദൈവം ഒരു വിടുതൽ നൽകി. ദൈവത്തിന്റെ അത്ഭുതകരം ആ വിഷയത്തിന്മേൽ ചലിക്കുവാൻ പോവുകയാണ്. സിനി മോൾ പരിശുദ്ധാത്മാവിന്റെ കരം തൊടുകയാണ് ഈ സമയം. ആ ശരീരത്തിന്മേല്, ആ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ പരിശുദ്ധാത്മാവ് തൊടുന്നു ഈ സമയം. വലിയ സാന്നിധ്യം അനുഭവിച്ച ഈ സമയം, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഈ സമയം തന്നെ, ആ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിച്ചുയർത്തുവാൻ പോകുന്നു. നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രിയ ബാബു, പരിശുദ്ധാത്മാവ് ഈ സമയം ആലോചന നൽകുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവം നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റും. നീ ആയിരിക്കുന്ന സ്ഥലത്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്, അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാന്. ആരും കാണുന്നില്ല നീ പ്രാർത്ഥിക്കുന്ന വിഷയം, ആരും കേൾക്കുന്നില്ല. ഹന്ന ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ചെന്ന് ആരോടും പരാതി പറഞ്ഞില്ല, ആരോടും പിറുപിറുത്തില്ല. ദൈവസന്നിധിയിൽ ചെന്നിരുന്ന ഹല്ലേലൂയ, ആ കണ്ണുനീരിനെ കാണുന്ന ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം മാത്രം കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട് നീ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ആർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നോ അവരുടെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കും. ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോവുകയാണ്. വരും ദിവസങ്ങളില് അനേകർക്ക് വേണ്ടി ഒരു അനുഗ്രഹമാക്കി ദൈവം നിന്നെ മാറ്റുവാൻ പോകുന്നു. സാഹചര്യങ്ങൾ മാറുവാൻ പോവുകയാണ്, പരിസ്ഥിതികൾ മാറുവാൻ പോവുകയാണ്, അവസ്ഥകൾ മാറുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച ഈ സമയം, ആ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ് ഈ സമയം. ആ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ആ സാന്നിധ്യം ഒന്ന് ഇറങ്ങട്ടെ ഈ സമയം. ആ യേശുവിന്റെ തിരു രക്തം ഒന്ന് ഒഴുകട്ടെ ഈ സമയം. ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ആ എല്ലുകളില്, ആ വേദനയുള്ള ഭാഗങ്ങളിലേക്ക് ആ രക്തം ഒഴുകട്ടെ ഈ സമയം തന്നെ. എല്ലാ അവയവങ്ങളിലേക്ക്, എല്ലാ വെയിനുകളിലേക്ക്, എല്ലാ ഞരമ്പുകളിലേക്ക്, എല്ലാ എല്ലുകളിലേക്ക് ആ തിരു സാന്നിധ്യം ഇറങ്ങട്ടെ. ആ അടിപ്പിണരുകളാൽ കിട്ടിയ സൗഖ്യം ഈ സമയം തന്നെ ആ രക്തം ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഒഴുകി വലിയൊരു സൗഖ്യം വ്യാപരിക്കട്ടെ ആ ശരീരത്തിന്മേൽ. യേശുവിന്റെ നാമത്തില് വലിയൊരു സൗഖ്യം കൽപ്പിക്കുകയാണ്, വലിയൊരു സൗഖ്യം കൽപ്പിക്കുകയാണ്. ഇനിയും ഒരിക്കലും ഈ ശരീരത്തില് ഒരു അസ്വസ്ഥത, ഒരു വേദന, ഒരു ഭാരം ഉണ്ടാകുവാന് എന്റെ ദൈവം അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തൊടുകയാണ്, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ആ എന്റെ യേശുവിന്റെ കരം നിന്നെ തൊടുകയാണ് ഈ സമയം. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരം ഈ സമയം നിന്നെ തൊടുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ജെസ്സി അടൂർ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ സമയം ഒന്ന് അനുഭവിച്ചേ. നിന്റെ ജീവിതത്തില് ആ പരിശുദ്ധാത്മാവിന്റെ വലിയ സ്പർശനം ഒന്ന് ഏറ്റെടുത്ത ഈ സമയം. നീ ഭാരപ്പെടുന്ന വിഷയങ്ങള്, നിന്റെ കടഭാരങ്ങള്, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിന്റെ ജീവിതത്തില് ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോവുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും, നാളെ എന്തായി തീരും എന്നൊക്കെ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോകുന്നു. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദൈവം, നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ പോകുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുത കരം ഈ സമയം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫിയ സെബാസ്റ്റ്യൻ, ദൈവം തൊടുകയാണ്, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. എല്ലാ ബലഹീനതകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. എല്ലാ അസ്വസ്ഥകൾ മാറിപ്പോകട്ടെ. ശരീരത്തിൽ വലിയൊരു സൗഖ്യം വ്യാപരിക്കട്ടെ ഈ സമയം തന്നെ യേശുവിന്റെ നാമത്തില്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ 71 ഡിവൈസിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേല്, ഓരോ കുടുംബങ്ങളുടെ മേല്,
ഓരോ തലമുറകളുടെ മേല് എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നുള്ള ആ വചനത്തിന്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കട്ടെ. പരിസ്ഥിതികൾ മാറട്ടെ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ വേദനകൾ മാറട്ടെ, എല്ലാ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. ജയശ്രീ പുനലൂർ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ ഈ സമയം. ആ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്, ആ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. എഴുന്നേൽക്കുവാനുള്ള ഒരു ബലം, എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ഒരു ശക്തി ഈ സമയം തന്നെ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തില്. അങ്ങയുടെ അടിപ്പിണരുകളാൽ കിട്ടിയ സൗഖ്യം, ആ സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങട്ടെ ഈ സമയം തന്നെ യേശുവിന്റെ നാമത്തില്. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ ഗ്രേസ് ഫെലോഷിപ്പ്, ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലടിയന് അങ്ങയുടെ മകൾ എന്ന അധികാരം തന്ന് ആ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്ററിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളില് 100 പേരിലധികം അടങ്ങുന്ന ഒരു സൂമായി ദൈവം ഇതിനെ മാറ്റുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ അത്ഭുത കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സുകൾ വർദ്ധിച്ചു വരട്ടെ. അത്ഭുത ഡീലുകൾ സംഭവിക്കട്ടെ ഈ ദിവസങ്ങളില്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, മക്കളില്ലാത്തവർക്ക് അങ്ങനെയുള്ള ചില ഉദരത്തെ ദൈവം തൊടുകയാണ്. മക്കളില്ലാത്ത അങ്ങനെയുള്ള കുടുംബ ജീവിതങ്ങള് പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെയുള്ള ഉദരങ്ങളെ ഈ സമയം പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവ് തൊടുകയാണ്. 2026 ആ തലമുറയുടെ അനുഗ്രഹത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ വർഷമാക്കി കുടുംബങ്ങളെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി അപ്പാ. ദൈവവേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും അവരുടെ മിനിസ്ട്രിയെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ വർധനവുണ്ടാകട്ടെ. ബൗണ്ടറീസ് വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തില്. വിദേശ യാത്രകൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഈ മിനിസ്ട്രിയെ, ഈ സൂമിനെ, ആ ജോയിൻ ആയിരിക്കുന്ന എല്ലാ ഡിവൈസിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ യേശുവിന്റെ നാമത്തില് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവം ഓരോ കുടുംബത്തെ, ഓരോ ദൈവദാസന്മാരെ, ശുശ്രൂഷയെ, മിനിസ്ട്രിയെ ഉന്നതമാക്കി ഉയർന്ന നിലയിലേക്ക് മാറ്റുവാൻ പോകുന്നു. വിടുതലുകൾ സംഭവിച്ചതിനായി സ്തോത്രം. സൗഖ്യങ്ങൾ നൽകിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്.